വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോസ് ഓഫ് ഷാൻഡി. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾക്ക് പള്ളി ചർച്ച് ഡേ ആണ്. ശനിയാഴ്ച ഷാർജയിലാണ് നമ്മുടെ ഇടവക. ഷാർജ സെൻറ്റ് മൈക്കിൾസ് ചർച്ചാണ്. അപ്പോൾ അതിൽ ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ നമുക്ക് കുർബാന ഇത്തിരി തിരക്കില്ലാണ്ട് കാണാൻ പറ്റും. ഇംഗ്ലീഷ് കുർബാനയാണ്. 8:15 കുർബാനയുണ്ട്. 9 മണിയാകുമ്പോഴത്തേക്കും കഴിയും. 9:10 ആകുമ്പോഴേക്കും കഴിയും. അത് കഴിഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു 10:11 അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രോസറി വാങ്ങാൻ ചിലപ്പോൾ ഉള്ളതുണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങി ഒരു 10:11 മണിയൊക്കെ ആകുമ്പോൾ എത്തുക. പിന്നെ ഇവിടെ ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും പിന്നെ വെള്ളിയാഴ്ചയിലത്തെ രാത്രിയിലത്തെ 2 കുർബാനയൊക്കെ ഉണ്ട്. അത് ഏത് കുർബാനയായാലും നമ്മളുടെ ഈ കടമുള്ള ഞായറാഴ്ചത്തെ കുർബാനയുണ്ടല്ലോ, ഒബ്ലിയേഷൻ ഡേയുടെ കുർബാനയുണ്ടല്ലോ, ആ കുർബാന തന്നെയാണ്. അപ്പോൾ ഏത് കുർബാനയ്ക്കായാലും നമുക്ക് പോയാലും ഞായറാഴ്ച കുർബാന പോലെ തന്നെയാണ്. ശനിയാഴ്ച രാവിലെ തിരക്ക് കുറവുള്ള ദിവസം ഈ സമയത്താണ്. പിന്നെ കാറ് പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിലും പാർക്കിങ് പാടാണ്. പക്ഷെ ഈ സമയമാകുമ്പോൾ താരതമ്യേന ഇത്തിരി കുറവ്, ഒരു കച്ച പാർക്കിങ്ങൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലമൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ്, തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷെ പള്ളിയുടെ ഉള്ളിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവും ഇരിക്കാനോ, നമ്മുടെ ഉള്ളിലകത്ത് കുർബാന കാണാനും ഇരിക്കാനൊക്കെ അതുണ്ടാവും, സ്ഥലം ഉണ്ടാവും. മറ്റേതിനൊന്നും പോയാൽ അത്ര പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ച് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ക്ലിപ്സ് വല്ല ഇത് കിട്ടുകയാണെങ്കിൽ എടുത്ത് ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. 10 സെക്കൻഡ് ഇതില്ലേ വളം കാണിക്കുക, മാല കാണിക്കുക. ഹായ്, എക്കോസ് ഓഫ് ഷാൻഡി. ഒന്ന് പ്രൊമോട്ട് ചെയ്തോ. ട്രയോട്ടേഴ്സ് എല്ലാവർക്കും അറിയണ്ടാവില്ല. അമ്മേനെ അതിനും കൂടുതൽ അറിയാം. അമ്മയാണ് ഞങ്ങളുടെ എല്ലാ ബാക്ക് ക്യാമറയും. ഭയങ്കര പുകയിൽ നിൽക്കുന്നുണ്ടല്ലോ, അമ്മ തുടച്ചത്. അപ്പൊ അമ്മേരെ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും ബാക്ക് ക്യാമറയാണ് അമ്മ. അതല്ല എല്ലാവരും കുറേ ചോദിക്കാറില്ല ക്യാമറ അമ്മയുണ്ട്. ഡാൻസിന്റെ വേറെ ഒന്നിനും ഇതൊക്കെ ആംഗിൾ ഇങ്ങനെ എടുക്കാനായിട്ട് വിഷമിക്കണില്ലേ. പക്ഷെ നമ്മളൊരു ഡയറക്ഷൻ പറഞ്ഞാൽ അതുപോലെ കറക്റ്റ് എന്താ പറയണ വെച്ചാൽ അത് ചെയ്യാം. അല്ലാതെ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയോ എൻ്റെ ഒരു ഐഡിയോ എനിക്ക് വീഡിയോയിലൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് അറിയാതെ ഞാൻ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും ആംഗിൾ ശരിയല്ല എന്നുള്ളത് മനസ്സിലാവും. ആകെ കൂടെ ഡാൻസിന്റെ വീഡിയോ അത് മാത്രം. ഞങ്ങളെക്കാട്ടും ഒരുപാട് ആൾക്കാർ ഫാൻസ് ഒക്കെ ഉള്ള അമ്മയ്ക്ക് ഇനി ഒരുപാട് എക്സൈറ്റിംഗ് വീഡിയോസ് കാണാൻ എക്കോസ് ഓഫ് ഷാൻഡിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളിവിടെ എത്ര നേരം ഉണ്ടാവും? ഒരു 15 മിനിറ്റ് 15 മിനിറ്റ്സിലെത്തും. ഇപ്പോൾ ഒരു 7:40 ഒക്കെ ആയിട്ടുണ്ട്. 8 മണിയാകുമ്പോഴേക്കും എത്തും. പക്ഷേ 8 മണിക്ക് എത്തിയാലും നമുക്ക് വണ്ടി പാർക്കിംഗ് ഒന്നും കിട്ടില്ല. നോക്കാം എങ്ങനെയാന്ന്. ഈ ഹോസ്പിറ്റല് ഇതാണ് GMC ഹോസ്പിറ്റല്, തുമ്പൈ ഹോസ്പിറ്റല്. GMC ആയിരുന്നു പണ്ട്, ഇപ്പോൾ തുമ്പൈ എന്ന് പറയാം. ഈ ഹോസ്പിറ്റലായിരുന്നു പണ്ട് ഡയാലിസും എല്ലാം നടന്നിരുന്ന ഹോസ്പിറ്റലാണ്. ഒരുപാട് ഓർമ്മകളാണ് ഈ ഹോസ്പിറ്റലിൽ ഉള്ളത്. എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സും ഇവിടെ പോയി ഡയാലിസ് ചെയ്യും 4 മണിക്കൂർ. ഒരുപാട് ഞാൻ ഇപ്പോഴും പോവാറുണ്ട്, ഓർമ്മകൾ ഉള്ള കാരണം. ഇവിടുത്തെ സിസ്റ്റേഴ്സ്, നേഴ്സിനെയൊക്കെ നല്ല ഓർമ്മയും ഡോക്ടേഴ്സൊക്കെ ഭയങ്കര പരിചയം നമുക്ക്. ഇന്നിപ്പോൾ സാറ്റർഡേ കാരണം വീക്കെൻഡൊക്കെ അല്ലേ, ഈ നേരത്ത് വലിയ ട്രാഫിക് ഇല്ല. അല്ലെങ്കിൽ ഈ റോഡൊക്കെ ഫുള്ള് വണ്ടികളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ലാണ്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. കുർബാനയൊക്കെ കഴിഞ്ഞു. പച്ച പാർക്കിങ്ങിൽ കിട്ടി. അങ്ങനെ സുനീസ് കിച്ചണാണ് ഞങ്ങൾ അധികം പോവാറ്. ഇവിടെ ഷാർജയിൽ പള്ളിയുടെ അടുത്ത് തന്നെയാണ് സുനീസ് കിച്ചണുണ്ട്. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാറ്. അപ്പോൾ അവിടെ പോകാൻ പല പല സ്ഥലങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ തറവാട് എന്ന് പറയുന്ന പോലെ സുനീസ് കിച്ചണാണ്, അവിടേക്ക് പോകാം. അപ്പം ചിക്കൻ കറി, ഈ എഗ്ഗ് കറി ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ ചിക്കൻ കറി നല്ല സൂപ്പർ, ഏറ്റവും നല്ലത്. പിന്നെ ഒരിക്കലും എനിക്ക് വീറ്റ് പൊറോട്ട വളരെ ലൈറ്റായിട്ടുള്ള വീറ്റ് പൊറോട്ടയാണ്. എല്ലാം കുറഞ്ഞ്
ഒരെണ്ണം തിന്നാലൊരു കുഴപ്പമില്ല. ഞാൻ പൊറോട്ട കഴിക്കുന്ന ഒരാളല്ല, പക്ഷേ ഇവിടെ വന്നിട്ട് ഒരെണ്ണം കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം പറഞ്ഞു വീറ്റ് പൊറോട്ട, പക്ഷേ ലൈറ്റാണ്, വയറിന് ഹെവി ആയിട്ടിരിക്കുന്നു. കുറച്ച് ഗ്രോസറി ഉണ്ടായിരുന്നു, ഗ്രോസറി പർച്ചേസിന് പോയതായിരുന്നു. ഒരു അധികം അത്രയും കുറച്ചധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തലേ ദിവസം ഞാൻ കുറച്ച് വാങ്ങിയിരുന്നു, പിന്നെ വിട്ടുപോയ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 മിനിറ്റ് അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. സ്റ്റോളത്തെ പർച്ചേസ് കഴിഞ്ഞു ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ സാറ്റർഡേ പണികൾ കഴിഞ്ഞു. ഇന്നെന്തായാലും പള്ളിയിലൊക്കെ പോയതല്ല, അപ്പോൾ ഒരു ഡിവോഷണൽ സോങ് പാടാം എന്ന് വിചാരിക്കുകയാണ്. പണ്ടത്തെ പാട്ട് തന്നെയാണ്, ചിത്ര പാടിയിട്ടുള്ള മറ്റേ കാൽവരി കുന്നിലെ കാരുണ്യമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള പാട്ടാണ്. ഞാനതൊരു ഫസ്റ്റ് സ്റ്റാൻസൊക്കെ ഒന്ന് പാടി നോക്കാം. കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക, കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക. മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ, മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ, നിന്റെ അനന്തമാം സ്നേഹതരംഗങ്ങൾ എന്നെ നയിക്കുന്ന ദിവ്യശക്തി, നിന്റെ വിശുദ്ധമാം വേദവാക്യങ്ങൾ എൻ്റെ ആത്മാവിനു മുക്തിയല്ലോ. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക, കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക, മാർഗം തെളിച്ചിടുക, മാർഗം തെളിച്ചിടുക, മാർഗം തെളിച്ചിടുക. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടണം കേട്ടോ. ഇഷ്ടമായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻസ് ഇട്ടോളൂ. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. അടുത്തന്നെ പുതിയ വീഡിയോസ് ഇറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ടിൽ ദെൻ ബൈ.